ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ നല്ല ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി, നല്ല തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം സൗണ്ടിനൊക്കെ ചിലപ്പം ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടെ കൂടുമല്ലോ അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 4-5 ഏലയ്ക്ക, ഒരു അതേ അളവിൽ തന്നെ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് പട്ടയും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര സവോള അരിഞ്ഞത് നമുക്ക് അതിലേക്ക് സ്ലൈസ് ആക്കി ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് ബേ ലീവ്സോ ഫെനൽസിയോ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് ഗീ റൈസ് പോലെ തന്നെയാണ് ആക്കുന്നത് കേട്ടോ. ഊറ്റിയെടുക്കലല്ല, വറ്റിച്ചെടുക്കലാണ്. അപ്പം ഞാൻ 2 കപ്പ് അരി എന്ന് പറഞ്ഞു, അതിന് 3 ഗ്ലാസ് വെള്ളം എടുത്തു. അതായത് 3 കപ്പ് വെള്ളം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരിയുടെ അളവനുസരിച്ച്, ചിലപ്പം വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അരിയും ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വറ്റി വരാൻ വേണ്ടി വെക്കാം. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് സിമ്മിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 5-10 മിനിറ്റ് അത്ര തന്നെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ആ റൈസ് റെഡിയാകുന്ന സമയത്തേക്ക് നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മസാല ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അപ്പുറത്തേക്ക് തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും ഗീയും കൂടെ ചേർത്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലാവരും ചെയ്യലുണ്ടാവില്ല, പക്ഷെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബിരിയാണിയിൽ ഇടാൻ വേണ്ടുന്ന ഉള്ളിയും പിന്നെ എന്താ പറയുക, കിസ്മിസ്, അത് തന്നെ, അതും നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തിരുന്നത്. അതും ഇട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കുക. അതിലേക്ക് തന്നെ ആ ഓയിലിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ള എല്ലാ കാര്യം ചെയ്യാൻ പോകുന്നത്. കുറച്ച് സവോള, അതായത് ഞാൻ പറഞ്ഞു 4 സവോള ഞാൻ എടുത്തിട്ടുണ്ടെന്ന്, 4 മീഡിയം സൈസിലെ സവോള എടുത്തു. അതിനെ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നമുക്ക് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പേസ്റ്റാക്കി പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുക. അതൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ ഒന്ന് അടച്ചു വെക്കുക. ഫുള്ള് സോഫ്റ്റ് ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു പച്ച ആ ഒരു ലെവലിൽ നിന്നൊന്ന് മാറി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച്, ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 750 ഗ്രാം മാത്രമേ ഞാൻ മസാലയിൽ ചേർത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അതെല്ലാം മസാലയിലേക്ക് ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മസാല എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. കാരണം ആ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ചിക്കൻ ഒരു വൈറ്റ് കളറിലാവുന്നവരൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ഒരു ടീസ്പൂണോളം നാരങ്ങാനീരും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ അടച്ച് വെക്കാം. നന്നായിട്ട് ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് കുക്കാകട്ടെ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ നാരങ്ങാനീരും ഉപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കിനി ബാക്കി പരിപാടിയുണ്ട്. എനിക്കിനി കുറച്ച് അധികം പരിപാടികളുണ്ട്. അപ്പം ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിക്കനാണ് കേട്ടോ. കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് പീസ് മാത്രമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റ് ഇത്ര തന്നെ വെക്കുന്നുള്ളൂ. അതിന് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനെ ഞാൻ അടച്ചൊന്ന് മാറ്റി വെക്കട്ടെ. ആ സമയത്ത് നമ്മുടെ മസാല എന്തായെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പം ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ചെയ്തു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരു 3-4 ബർണറുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ പോട്ടെ, 2 ബർണറുള്ള അടുപ്പാണെങ്കിൽ നമുക്കിതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ലല്ലോ. നമ്മളിതൊക്കെ അതേ സമയങ്ങളിൽ പടപടയും ചെയ്തു പോകുന്ന കാര്യങ്ങളല്ലേ. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ മല്ലിയും പുതിന, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയും പുതിന എടുക്കാൻ ശ്രമിക്കുക. എന്നാലാണ് ബിരിയാണിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതിൻ്റെ അകത്തേക്ക് മല്ലിയും പുതിന ഇട്ട് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ
ബിരിയാണി മസാല. ഇത് ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല ഒരുപാട് വേണ്ട ബിരിയാണിക്ക് അതൊരു കുത്തലുണ്ടാക്കും. അപ്പോൾ നമ്മൾ മസാല ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ മസാലയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 2.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് മസാല കുത്തായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു നോർമൽ ലെവലിൽ മസാല നിർത്താം. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് ഫ്രൈ ചെയ്യട്ടെ. ഞാൻ ചെറിയ ഒരു ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മസാല ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ വറ്റി വരുന്ന സമയത്ത് നമുക്കിനി അതിനെ ഒന്ന് തുറന്ന് വെക്കാം. അടച്ചു വെച്ചാൽ ചിക്കൻ കൂടുതൽ വെന്ത് പോവും. അത് വേണ്ട. ഇനി അതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാൻ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. ആ 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ യോഗട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത യോഗട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ വീണ്ടും അത് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ ആകുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് സലാഡ് ആക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബറും ഓനിയനും ടൊമാറ്റോയും ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് യോഗട്ട് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് എത്രയാണോ നമുക്ക് തൈരിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മിക്സാക്കി വരുമ്പോൾ അത്രയ്ക്ക് അതനുസരിച്ച് യോഗട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈരാണ് നല്ലതെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. വെള്ളം ഞാൻ ചേർത്തെല്ലാം മിക്സ് ചെയ്യില്ല, തൈര് മാത്രം ഇട്ടിട്ടാണ് മിക്സ് ചെയ്യൽ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യം എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്താണ് മാറ്റി വെച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഇനിയിപ്പം ദമ്മിടണം. മസാല എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രഷായിട്ട് കുറച്ചുകൂടെ നമ്മുടെ പുതിനയും മല്ലിയും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൂടിപ്പോകണ്ട പുതിനയും മല്ലിയൊന്നും, ഒരു ആവശ്യത്തിനുള്ളത് മാത്രമേ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവുക ചെയ്യാം. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് റെഡിയാക്കി ആദ്യം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ചിലപ്പോൾ റൈസിന് ചെറുതായിട്ടൊന്ന് ഒരു കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതിനെ ഒന്ന് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് കുത്തി അതൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ റൈസ് ഉണ്ടാവണം, കട്ടയായിട്ടല്ലാണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മസും എല്ലാം ഇട്ട് കൊടുത്ത് അതിനെ ഞാൻ ദമ്മിലേക്ക് മാറ്റി. ഇനി അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ വേണ്ടേ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇഞ്ചിയില്ല, ഞാൻ 2 ചുവന്നുള്ളിയും പുതിനയും മല്ലിയിലയും അത് കുറച്ച് എടുത്തിട്ടുള്ളൂ. എരിവിന് വേണ്ടുന്ന പച്ചമുളകും ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ ഈ ഒരു ലെവലിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചിട്ടില്ല, ഒന്നൊരു ക്രഷ് ചെയ്യുന്ന പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. ലെമൺ ജ്യൂസിന് പകരം നമുക്ക് വിനാഗിരിയും ചേർക്കാം. ചിക്കൻ ഫ്രൈയും റെഡിയാക്കിയിട്ട് അപ്പം ഏകദേശം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ബിരിയാണിയുടെ സൈഡെല്ലാം റെഡിയാക്കിയിട്ട് കേട്ടോ. ആ ടൈമിനുള്ളിൽ ദമ്മാവുന്ന ടൈമിൽ കിച്ചണൊക്കെ ഞാനൊന്ന് നീറ്റാക്കി. എനിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ ടൈം തന്നെ നമുക്ക് കിച്ചണെല്ലാം നീറ്റാക്കി ഇരിക്കണം. എനിക്കല്ലാണ്ട് അത് വൃത്തിയുടെ കിടക്കുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ഫുഡാകുന്ന കൂട്ടത്തിൽ തന്നെ അത് ഫുഡ് റെഡിയാകുന്ന സമയത്ത് കിച്ചനും ക്ലീനായിട്ട് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു സമാധാനവും കിട്ടില്ല. നമ്മൾ ദമ്മൊക്കെ എടുത്തു. പിന്നെ നല്ലൊരു കവർ ചെയ്യാൻ പറ്റുന്ന ലിഡാണെങ്കിൽ എയറൊന്നും പുറത്ത് പോകാത്തന്നെ നമുക്ക് അത് തന്നെ ധാരാളമാണ് കേട്ടോ. അതിൻ്റെ ലിഡ് തന്നെ അത് പറ്റുന്നില്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത്, മൊത്തത്തിൽ മിക്സ് ആക്കില്ല. കാരണം മൊത്തം മസാല മിക്സ് ആക്കുമ്പോൾ എനിക്കെന്തോ ഇഷ്ടമില്ല. അപ്പം അങ്ങനെ മൊത്തം മസാല മിക്സാക്കി എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എടുക്കുക. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് റൈസ് എടുത്തു. ഇനി അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് വെക്കാം. നമ്മുടെ ചമ്മന്തിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ നമുക്ക് പപ്പടം വേണ്ടേ, പപ്പടവും വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നമ്മളെടുത്ത് വെച്ച സലാഡും ചേർത്താൽ പിന്നെ ഒരു അച്ചാറുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സൂപ്പർ ബിരിയാണി വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.